അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. ആ മനുഷ്യനെ കുരങ്ങിനോടും ചിമ്പാൻസിയോടും സാമ്യപ്പെടുത്തുവാൻ ആർക്കേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്നും മനുഷ്യൻ ഒരു യുണീക്ക് ക്രിയേഷൻ ആണെന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും മനുഷ്യനും മൃഗവും തുല്യരല്ല. ജീവജാലങ്ങള് ഏറ്റവും മണിമകുടമാണ് മനുഷ്യ ജീവിതങ്ങൾ. ICR വളരെ കൃത്യമായിട്ട് വാദിക്കുന്നത്. അതുകൊണ്ട് ഈ നിരീശ്വരവാദത്തിൻ്റെയും അജ്ഞാനവാദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇതുപോലുള്ള ഒരുപാട് വങ്കത്തരങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്ത് ഇതുപോലുള്ളൊരു വാർത്ത വന്ന ഉടനെ ആഘോഷങ്ങളാക്കി മാറ്റാറുണ്ട്. പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. ഈ ഒരു വീഡിയോയിൽ മലയാള മനോരമയിൽ സയൻസ് പേജിൽ വന്ന അതിൻ്റെ സയൻസ് ബ്ലോക്കിലെ ഡോക്ടർ സുരേഷ് സി ബിർള എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം എഴുതിയത് മൃഗങ്ങളും സസ്യങ്ങളും ഫംഗസുകളും ഒക്കെ അടങ്ങുന്ന യുകാരിയോട്ടിക് ജീവവംശത്തിന് പൊതു പൂർവികനുണ്ടായിരുന്നു. ആ ജീവിയുടെ ജനിതകം സംബന്ധിച്ച് US ശ്രദ്ധേയമായ പഠനം നടന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ് ആ പഠനം നടക്കുന്നതും. പക്ഷേ ഇത് ഇവിടെ പല ആളുകളും അവതരിപ്പിക്കുന്നത്, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവരുടെയും പൂർവികൻ ഒരാളായിരുന്നു, എല്ലാവരുടെയും പിതാമഹൻ ഒരാൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേഷൻ റിസർച്ച് അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ വിലയിരുത്തലാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പത്രവാർത്തയിൽ എല്ലാ യുകാരിയോട്ടിക് ജീവികൾക്കും, അതായത് മനുഷ്യൻ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ഫംഗസ് മുതലായവ, അതിനൊക്കെ ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ഗവേഷണം അതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇത്തരക്കാരെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേഷൻ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു പൊതു പൂർവികൻ ഒരു നേരിട്ടുള്ള ശാസ്ത്രീയ നിരീക്ഷണമല്ല, മറിച്ച് ലഭ്യമായ ജിനോം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഒരു സാങ്കല്പിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു മാതൃക എന്നുള്ളതാണ്. അതിന് ഈ പൊതു പൂർവികൻ യഥാർത്ഥത്തിൽ കണ്ടെത്തിയ ജീവി അല്ല. ISRന്റെ വാദമനുസരിച്ച് ഈ പൊതു പൂർവികൻ എന്ന പേരിൽ ഒരു ജീവിയുടെ ഫോസിലോ നേരിട്ടുള്ള തെളിവോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗവേഷകർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളുടെ, പല ജീവികളുടെ DNA താരതമ്യം ചെയ്ത കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ച് ഒരു സാധ്യതയുള്ള പൊതുപൂർവികനെ പുനർനിർമ്മിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനാൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ടുള്ള ഒരു ചരിത്ര സംഭവമല്ല. അപ്പോൾ ശാസ്ത്രത്തിൽ അതിൽ തന്നെ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ കൂടെ വേണം. അത് ഇല്ല ഇതിനകത്ത് എന്നുള്ളതാണ്. മറിച്ച് ഒരു പരിണാമ മാതൃകയാണ്. പരിണാമവാദം തന്നെ അതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്. അപ്പോൾ അതേപോലെയുള്ളൊരു പരിണാമവാദം മാത്രമാണ് ഈ യുകാരിയോട്ടിക് കോശത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ യുകാരിയോട്ടിക് കോശത്തിൻ്റെ ഉത്ഭവം ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ്. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഒരു പുരാതന ആർക്കിയൽ കോശം ഒരു ബാക്ടീരിയ ഉൾക്കൊണ്ടാണ് മൈറ്റോകോൺഡ്രിയ രൂപപ്പെട്ടു വരുന്നത് നമുക്കറിയാം. അതിനാണ് നമ്മൾ എൻഡോസിംബോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേഷൻ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവം ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന് നേരിട്ടുള്ള പരീക്ഷണ തെളിവുകളുമില്ല. അപ്പോൾ പുതിയ ജീനോം പഠനങ്ങൾ ഈ മാതൃകയെ കൂടുതൽ സങ്കീർണമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷിച്ച ഇടനില ജീനുകളുടെ തെളിവുകൾ ലഭ്യമായിട്ടില്ല. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും അല്ലെങ്കിൽ ഫംഗസുകളും മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ളതിൻ്റെ ഒരു മീഡിയേറ്റർ ആയിട്ടുള്ള ഒരു ജീനിനെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായിട്ട് ഈ ICR പറയുന്നത്. അപ്പോൾ ഈ പൊതുപൂർവികൻ എന്ന് പറയുന്ന അതീവ സങ്കീർണമായിരുന്നു. പരിണാമ മാതൃക പോലും വളരെ സങ്കീർണമായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്നത് കോശകേന്ദ്രം അല്ലെങ്കിൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, സങ്കീർണ പ്രോട്ടീൻ നിയന്ത്രണ സംവിധാനം, ക്രോമസോം നിയന്ത്രണം, കോശ വിഭജന സംവിധാനം, 100 കണക്കിന് മുതൽ 1000 കണക്കിന് വരെ ജീനുകൾ. ഇത്തരം സങ്കീർണത ഒരു ലളിതമായ പ്രൊക്കാരിയോട്ടിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ രൂപപ്പെട്ടു എന്നതിന് ഇന്നും വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം ഇല്ല എന്ന് ICR പറയുന്നുണ്ട്. ഇനി നാലാമതായിട്ട് പൊതുപൂർവികൻ എന്ന ആശയം തെളിവാണോ? അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ക്രിയേഷൻ റിസർച്ച് പ്രകാരം സമാന ജീനുകൾ ഉണ്ടെന്നത് മാത്രം പൊതുപൂർവികനെ തെളിയിക്കുന്നില്ല. സമാന ജീനുകൾക്ക് മറ്റൊരു വിശദീകരണവും സാധ്യമാണ്. ഒരു കോമൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരേ രൂപകൽപ്പന, ഒരേ പ്രവർത്തനത്തിന് ആവശ്യകത, ഒരേ സൃഷ്ടികർത്താവിൻ്റെ രൂപകൽപ്പന. അതിനാൽ DNA സാമ്യം മാത്രം പരിണാമത്തിൻ്റെ അന്തിമ തെളിവല്ലെന്ന് ഐസിയർ വളരെ കൃത്യമായിട്ട് വാദിക്കുകയും തെളിയിക്കുകയും ചെയ്തു. അപ്പം കാംബ്രിയൻ സ്ഫോടനത്തെക്കുറിച്ച് ഈ ഐസിയറിൻ്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്. പത്രവാർത്തയിൽ കാംബ്രിയൻ സ്ഫോടനം ജീവവൈവിധ്യത്തിൻ്റെ സ്വാഭാവിക പരിണാമഘട്ടമാണെന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേഷൻ റിസർച്ചിൽ ഈ സംഭവത്തെ പരിണാമ സിദ്ധാന്തത്തിന് വലിയ വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് സങ്കീർണ ജീവികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. പ്രധാന ജന്തു വിഭാഗങ്ങൾ പലതും ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയ സമയപരിധിക്കുള്ളിൽ ഫോസിൽ രേഖയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. രണ്ടാമതായിട്ട് ഇടനില ഫോസിലുകളുടെ അഭാവം. ഇടയ്ക്ക് മുമ്പുള്ള ദീർഘമായിട്ടുള്ള ക്രമാനുസൃത പരിണാമഘട്ടങ്ങളെ കാണിക്കുന്ന വ്യക്തമായ ഫോസിൽ ശൃംഖല ലഭ്യമല്ലെന്ന് ഐസിആർ വളരെ കൃത്യമായിട്ട് പറയുന്നു തെളിവിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമതായിട്ട് ജീവിച്ചിരിക്കുന്ന സമാന രൂപങ്ങൾ കാംബ്രിയൻ കാലത്ത് കണ്ട ചില ജീവികളുടെ ആധുനിക സമാന രൂപങ്ങൾ ഇന്നും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ലിവിങ് ഫോസിൽസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. നാലാമതായിട്ട് ഡാർവിൻ തന്നെ ഇതൊരു പ്രശ്നമായിട്ട് അംഗീകരിച്ചിരുന്നു. ഏതാ? കാംബ്രിയൻ മുമ്പുള്ള പാളികളിൽ ആവശ്യമായ ഫോസിലുകൾ ഇല്ലാത്തത് തൻ്റെ സിദ്ധാന്തത്തിന് ബുദ്ധിമുട്ടാണെന്ന് ചാൾസ് ഡാർവിൻ തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഐസിആർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഐസിആറിൻ്റെ നിഗമനം, ഐസിആറിൻ്റെ വിലയിരുത്തൽ പ്രകാരം കോമൺ പൂർവികൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായ നേരിട്ട് സ്ഥിരീകരിച്ച ജീവി അല്ല എന്നുള്ളതും, മറിച്ച് പരിണാമ മാതൃകയിലെ ഒരു സാങ്കല്പിക ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള പുനർനിർമ്മാണമാണ് യൂക്കാരിയോട്ടിക് കോശത്തിൻ്റെ ഉത്ഭവം ഇന്നും ജീവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പരിഹരിക്കപ്പെടാത്ത ചോദ്യങ്ങളിൽ ഒന്നാണെന്നും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാംബ്രിയൻ സ്ഫോടനത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രമാനുഗത പരിണാമത്തിന് വിശദീകരിക്കാൻ പ്രയാസമുള്ള സംഭവമായിട്ട് അത് തുടരുന്നുണ്ട്. അപ്പോൾ DNA അതിൻ്റെ സാമ്യം മാത്രം പൊതുപൂർവികനെ നിർബന്ധമായും തെളിയിക്കുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് കോമൺ ഡിസൈൻ എന്ന ബദൽ വ്യാഖ്യാനവും സാധ്യമാണെന്നാണ് ഐസിആർ വളരെ കൃത്യമായിട്ട് വാദിക്കുന്നത്. അതുകൊണ്ട് ഈ നിരീശ്വരവാദത്തിൻ്റെയും അജ്ഞാനവാദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇതുപോലുള്ള ഒരുപാട് വങ്കത്തരങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്ത് ഇതുപോലുള്ളൊരു വാർത്ത വന്ന ഉടനെ ആഘോഷങ്ങളാക്കി മാറ്റാറുണ്ട്. അവർ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര കൊട്ടിഘോഷിച്ചാലും ഈ പഠനങ്ങളെല്ലാം തന്നെ ചെന്ന് അവസാനിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റു ജീവജാലങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടാണെന്നും മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്നും മനുഷ്യൻ ഒരു യുണീക്ക് ക്രിയേഷൻ ആണെന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും മനുഷ്യനും മൃഗവും തുല്യരല്ല. ജീവജാലങ്ങൾ ഏറ്റവും മണിമകുടമാണ് മനുഷ്യ ജീവിതങ്ങൾ. അതുകൊണ്ടാണ് മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ എന്ന് വളരെ ശക്തമായിട്ട് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും അത് വളരെ ശക്തമായിട്ട് ഏത് കാലത്തും പറയുകയും ചെയ്യുന്നു. കാരണം മനുഷ്യനെ നീ സൃഷ്ടിക്കുവാൻ അവനെന്തുമാത്രം, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്തുള്ളൂ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് 8-ാം സങ്കീർത്തനത്തിൽ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എന്ന് പറയുന്ന ഒരു കവി എഴുതി വെച്ചിട്ടുണ്ട്. അത് ദൈവാത്മാവിനാൽ പ്രചോദിതനായിക്കൊണ്ട് ദൈവിക അരുളപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. ആ മനുഷ്യനെ കുരങ്ങിനോടും ചിമ്പാൻസിയോടും സാമ്യപ്പെടുത്തുവാൻ ആർക്കേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നന്ദി, നമസ്കാരം.